ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇന്ന് വന്നത് അനുമോളുടെ അമ്മയാണ്. അനുമോളുടെ അമ്മ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, അനുമോൾക്ക് ഒരു കരച്ചൽ ഇത് എന്തായാലും ഉണ്ടാവും എന്നറിയാം. അമ്മയും കരയും. അവർ ഫാമിലി മൊത്തത്തിൽ ഒരു ഇമോഷണൽ ഉള്ള കുറച്ച് ആൾക്കാരാണ്. ഇമോഷണൽ ആവുന്ന ഒരു തെറ്റുമില്ല. കാരണം നമുക്ക് ചിലർക്ക് ഇമോഷൻ പുറത്ത് കാണിക്കാൻ പറ്റില്ല, ചിലരത് ഓവറായിട്ട് കാണിക്കും. അത് കാണിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കരയുന്നതുകൊണ്ട് വല്ല തെറ്റുണ്ടോ? നമുക്ക് സങ്കടം വരുമ്പോൾ കരയണം. ചിലർക്ക് സന്തോഷം വരുമ്പോഴും കരയണ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുമോളുടെ അമ്മ അങ്ങനെ തന്നെയാണെന്ന് അനുമോൾ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ തമ്മിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്ത് ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ മോളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അമ്മ കുറേ കാര്യങ്ങളൊക്കെ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ വേറെ ഒരു കസിൻ സിസ്റ്റർ മറ്റോ ആണ് വന്നിട്ടുള്ളത്. സ്വന്തം സിസ്റ്റർ അല്ല, വേറൊരു ഫ്രണ്ട്, ഒരു സിസ്റ്റർ, അങ്ങനത്തെ ഒരു ആളാണ് വന്നത്. ആര്യ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ അവരും നല്ല സ്ട്രോങ് ഒരു ലേഡിയാണ്. അവർ നല്ല കാര്യങ്ങളാണ് അനുമോളോട് പറഞ്ഞു കൊടുത്തത്. നീ സ്ട്രോങ് ആയി നിൽക്കുക, പലതരത്തിലുള്ള നിനക്ക് ഇതിനകത്ത് പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നിന്റെ ജീവിതത്തിൽ തന്നെ നീ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്താണ് ഇവിടെ വന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് മോൾ എന്തിനാണ് കരയുന്നത്, മോൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഞാൻ ഇങ്ങനെയാണോ എന്നാണ് അമ്മോട് ചോദിച്ചത്. നീ ഇങ്ങനെ തന്നെയാണോ, പിന്നെ ഞാൻ ഇങ്ങനെയല്ലേ നിൽക്കേണ്ടത്. അമ്മ എന്നെ പോലെ തന്നെ കരയുന്ന ഒരാളാണ്, ഞാനും കരയുന്ന ആളാണ്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കരയാതെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്നെയോട് പറ്റില്ല. കാരണം ഞാൻ റിയൽ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതെന്നാണ് അനുമോൾ പറയുന്നത്. അത് മറ്റുള്ള എല്ലാവരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോൾ ഇങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ്, വീട്ടിൽ ഭയങ്കര ഇമോഷണലാണ്, കുറച്ചും കൂടെ ബോൾഡായിരിക്കുന്നത് ഇതിനകത്ത് വന്നതിന് ശേഷമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ മകളെ കുറിച്ച് അവർക്കെല്ലാം അറിയില്ല. ഓരോരുത്തരുടെ മക്കളെ കുറിച്ച് അവരുടെ അമ്മമാർ പറയുന്നത് അവർ ഇതിനകത്ത് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞത്. ജിസേലിൻ്റെ മമ്മി വന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ ആര്യൻ്റെ മമ്മി പറഞ്ഞപ്പോഴും ആര്യനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അനുമോളാണെങ്കിൽ എപ്പോഴും അച്ഛനും അമ്മേനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അനുമോൾ എപ്പോഴും കരയുന്ന ഒരാളാണ്, ഇമോഷണലാണ്. അച്ഛനമ്മയുടെ കാര്യം പറയുമ്പോഴും ഓർക്കുമ്പോൾ പോലും മറ്റുള്ളവരോട് പറഞ്ഞ് കരയുന്ന ഒരാളാണ് അനുമോൾ. അപ്പോൾ അനുമോളുടെ അമ്മ ഏറ്റവും കൂടുതൽ കൊടുത്തൊരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോള് കരയരുത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോള് എപ്പോഴും അടുക്കളയിൽ തന്നെ നിൽക്കാതെ കിച്ചണിലാണ് എപ്പോഴും കാണുന്നത്. കിച്ചണിലാണ് ഇപ്പോൾ കണ്ടന്റ് മുഴുവൻ അനുമോളുണ്ടെങ്കിൽ കിച്ചണിലാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് പാചകം ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നതെന്നാണ് ആ വന്നിട്ടുള്ള സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. കാരണം എപ്പോഴും നീ എന്തിനാണ് അടുക്കളയിൽ നിൽക്കുന്നത്? നീ മറ്റുള്ളവരെ പോലെ എവിടെയെങ്കിലുമൊക്കെ പോയത് സംസാരിക്കുക, അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അന്ന് അത് അവർ പറഞ്ഞു ശരിയാണ്. എപ്പോഴും അനുമോൾ അടുക്കളയിലാണ്. പക്ഷെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് കഷ്ടപ്പെട്ട് കൊടുത്താലും നന്ദിയില്ലാത്ത പോലെയാണ് പല ആൾക്കാരും അവിടെ പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഷാനവാസും അനീഷും. കട്ടെടുക്കുന്നതൊക്കെ പോട്ടെ, പക്ഷേ ഈ പക്ഷഭേദം പറയുന്നത്, വിളമ്പി കൊടുക്കുന്നു, കുറച്ച് പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് നമ്മുടെ അതിനകത്ത് എല്ലാവർക്കും പാചകം ചെയ്യാൻ അറിയില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് പാചകം ചെയ്യാൻ അറിയുള്ളൂ. അതിലൊരു വ്യക്തിയാണ് അനുമോള്. അനുമോൾ തന്നെയാണ് വീട്ടിലൊന്നും പാചകം ചെയ്യാത്ത ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ ആ അനുമോളാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അതേപോലെ അനീഷിനും ഷാനവാസിനും ഒക്കെ പഠിക്കാം. കാരണം ഒന്നും അറിയാത്ത ആൾക്കാർ അതിനകത്ത് കിച്ചണിൽ കയറി അവരുടെ ധൈര്യപൂർവ്വം അവർ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. അതേപോലെ അനീഷിനെ പരീക്ഷിച്ചു. പക്ഷേ ഈ അനീഷിനെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ, അനീഷിനെ അവിടെ ഏറ്റവും വലിയൊരു ആളാകണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയട്ടെ. അനീഷിൻ്റെ കാര്യം, അനീഷിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അനീഷിന് എപ്പോഴും വലിയ ആളായി നിൽക്കണം, പക്ഷേ മറ്റുള്ളവരെ എത്ര സഹായിക്കുന്നു എന്നുള്ളത് അനീഷ് എപ്പോഴും നോക്കാറില്ല. അവിടെ അനീഷിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലാതെ അപ്പുറം ഒന്നുമില്ല. അനുമോളുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഷാനവാസം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനും അനുമോൾക്ക് വളരെയധികം സപ്പോർട്ട് കൊടുത്ത്, മെൻ്റൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് അമ്മയും അതുപോലെ തന്നെ സിസ്റ്ററും അതിനകത്തുനിന്ന് പോയിട്ടുള്ളത്. ആര്യൻ്റെ അടുത്തൊക്കെ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നത്. പിന്നെ ഒബ്വിയസ്ലി ആദില നൂറയാണ് അവരുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് അനുമോണ്ട്. അപ്പോൾ അവരോട് ഒരിത്തിരി കൂടുതൽ സ്നേഹം അമ്മ കാണിച്ച് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അനുമോളുടെ ഫാമിലിയും അങ്ങനെ വന്നിരിക്കുകയാണ്. അച്ഛൻ വന്നില്ല, അസുഖമുള്ളതുകൊണ്ടാണെന്ന് പറയുന്നു. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, ഒരു സീരിയൽ ആക്ട്രസ് ആതിര അനുമോളുടെ ഒരു ഫ്രണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആതിര എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സീസണിൽ വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇപ്പം ഇതിലോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് എപ്പോഴും കോൾ പോകുന്നതാണ്, ഈ ഒരു ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൾസ് പോകുന്നതാണ്. മിക്കവാറും ഏതെങ്കിലും അടുത്ത വരുന്ന സീസണിലൊക്കെ അവരെ പ്രതീക്ഷിക്കുക, അതുകൊണ്ടായിരിക്കും വരാത്തത്. അപ്പോൾ അങ്ങനെ അമ്മ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലേഡി, അവർ വന്നു, പേടിച്ചൊക്കെയാണ് വന്നത് കേട്ടോ. കാരണം അവരിങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊന്നും പോയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ളൊരു പകപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അനുമോള് കപ്പടിക്കും എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, എത്രത്തോളം സപ്പോർട്ടിനൊന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ അതൊന്നും പറയേണ്ടത് അനുമോൾ അങ്ങോട്ട് തന്നെ പറഞ്ഞത്. പിന്നെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അനുമോൾക്ക് കുറച്ചൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് അതിലോടും നൂറോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു സന്തോഷം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനുമോളുടെ ഈ ഒരു ജൈത്ര യാത്ര എന്തായാലും കപ്പെടുക്കുന്നവരെ തുടരട്ടെ അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.